ഇന്നലെ ചിന്നിമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ ബർത്ത്ഡേനെ പറ്റി കുറേ വീഡിയോസ് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല അഖിലേച്ചിയുടെ നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന വാനില ഫ്ലേവറിൻ്റെ ഒരു ½ kg കേക്ക്, ഒരു 250 റുപ്പീസ് ആയിട്ടുള്ളൂ. പുള്ളിക്കാർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസുമാണ്, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് കേക്കാണ് പുള്ളിക്കാരുടെ. എപ്പോഴും ഏത് ഫ്ലേവർ ആണെങ്കിലും നല്ല കേട്ടോ പുള്ളിക്കാരുടെ. പിന്നെ വിത്തൗട്ട് എഗ് ആണെങ്കിൽ മാത്രമേ എനിക്ക് അത്ര ഇഷ്ടമില്ലാതെ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി കേക്കുകളാണ്. അപ്പോൾ നമ്മൾ നോൻപ് വരും മാത്രമല്ല അത് വാങ്ങിക്കാറുള്ളൂ. അപ്പം പറഞ്ഞു വന്ന കാര്യം ചിന്നുവിൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മൾ ദയാൻ്റെ വീട്ടിൽ വെച്ചായിട്ട് ഇപ്രാവശ്യം കേക്കെല്ലാം മുറിച്ചത്. ദയാൻ്റിക്കാണ് സർപ്രൈസ് ആയത്. എനിക്ക് ഒന്ന് ചിന്നുവിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ദയാൻ്റിക്ക് സർപ്രൈസ് ആയ പോലെ, കാരണം ദയാൻ്റിക്ക് അറിയാൻ ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ദൈവട്ടിയുടെ വെച്ചാൽ ദൈവട്ടി ചെറിയ കുട്ടിയായതുകൊണ്ടാണ്. കാരണം നമ്മൾ വേറെ റിലേഷൻഷിപ്പൊന്നും നോക്കിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും കുഞ്ഞു കുട്ടികൾക്കാണ് കേക്ക് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ കേക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ദൈവകുട്ടിക്ക് കൊടുത്തതിന് ശേഷം എനിക്കാണ് തരേണ്ടത്. ഞാനാണ് പിന്നെ രണ്ടാമത്തെ കുഞ്ഞുകുട്ടി. പക്ഷേ അതെനിക്ക് തന്നില്ല, ശംഖുവിന് കൊടുത്തു. അതിലെനിക്ക് ചെറിയൊരു ഗർവമുണ്ട്. പിന്നെ ഒരു ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് പിന്നെ അടുത്ത കാര്യം, ദേവൂട്ടനില്ലായിരുന്നു. ദേവൂട്ടനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. അവൻ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരുന്നത് എൻ്റെ പറഞ്ഞു. അരിക്കുട്ടൻ കോശിന് വേണ്ടി ഞങ്ങൾ 8:15 എന്ന് എന്നിട്ട് അരിക്കുട്ടൻ കോശിന് കുറേ നേരം നോക്കിയിരുന്നു. പക്ഷേ അരിക്കുട്ടൻ കോശൻ താമസിച്ചാണ് വന്നത്. പിന്നെ കേക്കെല്ലാം കൊടുത്തു, പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഉണ്ടായില്ല. പുള്ളിക്ക് എന്തോ എവിടെ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ മന്തിയൊക്കെ വാങ്ങിയിട്ടായിരുന്നു, 2 ഫുൾ മന്തിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഉണ്ടാക്കി കഴിക്കുന്നതിൽ പിന്നെ കണ്ണനും ഹാൻഡി തമ്മിൽ ബെറ്റ് വെച്ച് എൻ്റെ പേരിൽ അങ്ങനെ മന്തിയൊക്കെ വാങ്ങി ചെന്നു. ദേവൂട്ടനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പൊട്ടനില്ല. ഞങ്ങൾ ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക്. അവനുണ്ടാവും എന്നൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മന്തി ഓൾറെഡി കുറച്ചൊരു വെച്ചാൽ എനിക്ക് വിശന്ന്, ഞാനൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എനിക്ക് 9:30 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സമയങ്ങളാണ്. അപ്പോൾ എനിക്കാണ് നന്നായിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ആയിരിക്കട്ടെ കൊച്ചിനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ, എനിക്ക് വിശക്കുന്നത് കൊണ്ടാണ്. കൊച്ചിനെ മുന്നേ ഞങ്ങൾ മന്തിയെല്ലാം പൊട്ടിച്ച് ഇതാക്കിയ ഞങ്ങൾ പൊട്ടിച്ച് സെറ്റാക്കി വന്ന സമയത്ത് തന്നെ പക്ഷേ ആയിരിക്കട്ടെ കൊച്ചിനെ വന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നു. പിന്നെ അച്ചായി അമ്മയൊക്കെ ഓൾറെഡി ഒരു കല്യാണ വീട്ടിൽ പോയതുകൊണ്ട് അവർ അമ്മ കഴിച്ചില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ കഴിക്കണമെന്നുണ്ട്. അമ്മ കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചില്ല, റിസപ്ഷനായിരുന്നു കഴിക്കാണ്ട്. അമ്മ ഞങ്ങളുടെ കഴിച്ചത്. അച്ചായി നൈസായിട്ട് കുറച്ച് മാത്രം. അപ്പോൾ അരിക്കുട്ടൻ കൊച്ചിന് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ക്ഷീണിച്ചായിരിക്കുന്നു പുള്ളി, കാരണം ജോലിക്ക് എന്തോ വർക്ക്ഷോപ്പിൽ അങ്ങനെയൊക്കെ പോയി ഭയങ്കര ക്ഷീണിച്ചു വന്നു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഇവരുടെ കൂടെ അടിപൊളിയായിരുന്നു.